നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു. നമ്മുടെ എക്സാമിനേഷൻ്റെ ഡേറ്റും കാര്യങ്ങളും ടൈമും ഒക്കെ വെച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നു. അതിനോടൊപ്പം വേറെ കുറച്ച് കാര്യങ്ങൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഇൻ്റർഫേസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ കുറേ നാളായിട്ട് കുറേ പേര് ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മൾ എങ്ങനെയാണ് ഇനി ഒരു ഗ്രൂപ്പും കൂടെ അഡീഷണലായിട്ട് ആഡ് ചെയ്യുന്നത്? ഞാൻ ഒരു ഗ്രൂപ്പാണ് രജിസ്റ്റർ ചെയ്തത്, എനിക്കിപ്പോൾ ഒരു ഗ്രൂപ്പും കൂടെ ആഡ് ചെയ്യണം, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ DD വഴിയാണ് അയക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ കുറേ പേരൊക്കെ DD ആയിട്ട് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈനായിട്ട് പേ ചെയ്യാനുള്ള ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ DD അയച്ചതിൻ്റെ പ്രശ്നങ്ങൾ ഇനി വല്ലതും ഉണ്ടോ, അതോ ഇനി ഞങ്ങൾ ഒന്നും കൂടി ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യണോ? അങ്ങനെ ഫുൾ കൺഫ്യൂഷനാണ്. അപ്പോൾ അതിനൊക്കെയുള്ള ഉത്തരവായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ടൈം ടേബിൾ വന്ന നോട്ടിഫിക്കേഷൻ വന്ന ആ ഡേറ്റിന് ഓൺലൈനായിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഗ്രൂപ്പും കൂടെ ആഡ് ചെയ്യാനുള്ള പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ടുണ്ട്. ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് മുമ്പ് DD അയച്ചിട്ടുള്ളവർ കുഴപ്പമില്ല, DD അയക്കുക. DDയുടെയും നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെയും കൂടെ കോപ്പി എടുത്തിട്ട് അത് സ്കാൻ ചെയ്ത് അയച്ച് കൊടുത്തിട്ടുള്ളവർ, അവർക്ക് പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ റിപ്ലൈ നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് കിട്ടിക്കോളും. അവരൊന്നും ചെയ്യേണ്ട. ഇനി ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി ഒരു ഗ്രൂപ്പ് കൂടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണമെന്നുള്ളവർ നമ്മുടെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് നമ്മൾ ആ കാര്യങ്ങൾ ഫുള്ള് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഫുള്ള് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ ലാപ്ടോപ്പിലോ മൊബൈലിലോ എന്തായിക്കോട്ടെ, നമ്മുടെ CMA.in നിന്ന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് കയറുക. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ ഈ ഡാഷ്ബോർഡ് ആയിരിക്കും കാണുന്നത്, നമ്മുടെ ഹോം പേജ്. ഇവിടെ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മുടെ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ കണ്ടോ, നമ്മളിവിടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടോ, ആ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും ടോപ്പിൽ തന്നെ എക്സാംസ് എന്ന് എഴുതിയിരിക്കും, ആ എക്സാംസിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? ഒന്നുമില്ല, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആദ്യമേ നമ്മൾ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക, അതിനുശേഷം സ്റ്റുഡൻസ്, അതിനുശേഷം എക്സാംസ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇൻ്റർഫേസ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ മാർക്കിൽ ഓൺലൈൻ എക്സാം ആപ്ലിക്കേഷൻ ഫോം എന്ന് എഴുതിയിരിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇവിടെ കുറേ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒക്ടോബർ 10 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സൈഡിൽ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കോഴ്സ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇൻ്റർമീഡിയറ്റ് ആണെങ്കിൽ ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ ആണെങ്കിൽ ഫൈനൽ. അതിനുശേഷം ചെക്ക് ഹിയർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്. ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്യാൻ 1200 രൂപയാണ്, 2 ഗ്രൂപ്പ് ആണെങ്കിൽ 2400. ഫൈനലിൻ്റെയും ഇൻ്ററിൻ്റെയും റേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ പേജ് നന്നായിട്ട് വായിച്ചു നോക്കുക. അതായത് നമ്മുടെ ഓൺലൈനായിട്ട് എക്സാമിനേഷൻ ഫോം അയക്കേണ്ടത് ഒക്ടോബർ 10 വരെയാണ്. ഒക്ടോബർ 10 ശേഷം നമ്മൾ ലേറ്റ് ഫീസ് അടയ്ക്കണം. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ പേജ് നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ വരുന്ന വിൻഡോയിൽ നമ്മുടെ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം പ്ലീസ് ചെക്ക് ക്ലിക്ക് ചെയ്യുക. നോക്കി, നമ്മൾ ആ പ്ലീസ് ചെക്ക് ക്ലിക്ക് ചെയ്ത ഉടനെ നമുക്ക് അറിയാൻ പറ്റും, നെയിം ശ്രുതി എന്നാണ്, രജിസ്ട്രേഷൻ നമ്പർ തന്നിട്ടുണ്ട്. യു ഹാവ് ഓൾറെഡി അപ്ലൈഡ് ഫോർ ഗ്രൂപ്പ് 2. നിങ്ങൾ ഓൾറെഡി ഗ്രൂപ്പ് 2 അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്നത് ലൈക്ക് ടു അപ്ലൈ ഫോർ അനദർ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പും കൂടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണോ, ഇനി ഒരു ഗ്രൂപ്പും കൂടെ അപ്ലൈ ചെയ്യണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. നമ്മുടെ എക്സാമിനേഷൻ ഫില്ല് ചെയ്യാനുള്ള ഫോം ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഗ്രൂപ്പ് അപ്പിയർ ചെയ്തിട്ടുണ്ട്, ഒരു ഗ്രൂപ്പിന് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രജിസ്ട്രേഷൻ നമ്പറിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ ബട്ടൺ കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഓട്ടോമാറ്റിക്കലി ഫില്ലായിക്കോളും. ഓക്കെ അല്ലേ? ജസ്റ്റ് അതിൻ്റെ തൊട്ടടുത്തുള്ള ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നേരത്തെ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ID ഒക്കെ കറക്റ്റ് അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇനി ആ താഴെ കിടക്കുന്ന ലാസ്റ്റ് സെക്ഷൻ കണ്ടോ, അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അതിൽ നമ്മുടെ ആ എക്സാം സിറ്റി, എക്സാം സെൻറ്ററിൻ്റെ നെയിം, അതിനുശേഷം നമ്മുടെ സിലബസ്, ഗ്രൂപ്പ്, ഈ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ പേയ്മെൻറ്റും കൂടെ നടത്തി കഴിഞ്ഞാൽ പരിപാടി തീർന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഇനി അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന്. ആദ്യം തന്നെ നമ്മുടെ എക്സാം സിറ്റി അടിക്കുക. എക്സാം സിറ്റിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു പോപ്പപ്പ് വിൻഡോയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റായിട്ട് വരും. നമ്മുടെ സിറ്റി ഏതാണ്? നമ്മുടെ സിറ്റി എറണാകുളമാണ്. അപ്പോൾ നമ്മൾ എറണാകുളം സെർച്ച് ചെയ്യാണ്. ഓക്കെ, എറണാകുളം കിട്ടി. എറണാകുളം സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ എക്സാം സെൻറ്റർ നെയിം. ഓക്കെ അല്ലേ? ആ തൊട്ട് താഴെയുള്ള എക്സാം സെൻറ്റർ നെയിം എടുക്കുമ്പോൾ ജസ്റ്റ് ഒരു സെൻറ്ററേ ഉള്ളൂ, എറണാകുളം 202, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സിലബസ് നമ്മൾ 2016 ആണ്. അതിനുശേഷം ഗ്രൂപ്പ് സ്റ്റേജ് അപ്ലൈഡ്. ഓക്കെ അല്ലേ? അത് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വിൻഡോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ ശ്രുതിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പറയാം, ശ്രുതി ഓൾറെഡി ഗ്രൂപ്പ് 2 അപ്ലൈ ചെയ്തിട്ടുണ്ട്. ശ്രുതിക്ക് ഇനി അപ്ലൈ ചെയ്യാനുള്ളത് ഗ്രൂപ്പ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് 1 സെലക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ ഗ്രൂപ്പ് 1 ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, ഇനി ഗ്രൂപ്പ് 2 ആണ് അപ്ലൈ ചെയ്യാനുള്ളെങ്കിൽ ഗ്രൂപ്പ് 2 സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? അതായത് ഇപ്പോൾ നമുക്ക് ഏത് ഗ്രൂപ്പാണ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനുള്ളത്, ആ ഗ്രൂപ്പാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ല, 2 ഗ്രൂപ്പ് ആണെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 ക്ലിക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ശ്രുതിക്ക് ഗ്രൂപ്പ് 1 ആണ് നമുക്കിപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ടത്, ഗ്രൂപ്പ് 1 ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അതിനുശേഷം താഴെ കിടന്ന് സബ്മിറ്റ് ബട്ടൺ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക.
സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സബ്മിഷൻ കറക്റ്റാണ്, ഓക്കെയാണ്, ഫോട്ടോയും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രുതി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മുകളിൽ അപ്ലോഡ് ഫോട്ടോ അടിച്ച് കഴിഞ്ഞാൽ ഫോട്ടോയും സിഗ്നേച്ചർ അവിടെ ഓൾറെഡി ഉണ്ട്. അതിനുശേഷം പേയ്മെൻറ്റ് മേക്ക് ചെയ്യാനുള്ള തൊട്ടപ്പുറത്തുള്ള ടാബായിട്ടുള്ള പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യാം. പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ 2 ഓപ്ഷനാണ് വരുന്നത്. ഒന്ന് ഓൺലൈൻ ബാങ്ക് അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം എന്താണെന്നറിയാമോ, നമ്മൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു എറർ സംഭവിക്കാറുണ്ട്. പലരും പേടിച്ച് പോകുന്നൊരു സംഭവം ഞാനത് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിവിടെ നെറ്റ് ബാങ്കിങ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നെറ്റ് ബാങ്കിങ്ങിൽ പേ കൊടുത്തു. ഞാൻ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ ബ്ലർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ഇതാണ് നെറ്റ് ബാങ്കിങ് ആണ്. ഓക്കെ, നമ്മൾ പേയ്മെൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് OTP ഒക്കെ വന്ന് അതെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ പേജ് എറർ എന്ന് എഴുതി കാണിക്കും അല്ലേ. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസയും പോകും, പക്ഷേ പേജ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ലോഡ് ആയിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് നോക്കാം. ഈ വിൻഡോ ആയിരിക്കും വരുന്നത് അല്ലേ. അതായത് എന്തോ എറർ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണെങ്കിൽ അത് 3 ദിവസത്തിനകത്ത് തിരിച്ചു വരും, ബാക്ക് ഒന്നും അടിക്കരുതെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു മെസ്സേജ് ആയിരിക്കും വരുന്നത്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ടാബ് അങ്ങ് ക്ലോസ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം മുതൽ ചെയ്യുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം അടിക്കുക. അതിനുശേഷം ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കോഴ്സ് ഇൻ്റർമീഡിയറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ക്ലിക്ക് അടിക്കുക. അതിനുശേഷം അക്സെപ്റ്റ്. പോട്ടെ, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സെയിം നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്ലീസ് ചെക്ക് അടിക്കുക, നേരത്തെ പോലെ തന്നെ വരും. എസ് അടിക്കുക, വീണ്ടും ക്ലിക്ക് ഹിയർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്നുണ്ടോ ആപ്ലിക്കേഷൻ ഫോം ഓക്കെയാണ്, പേയ്മെൻറ്റും സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ടുണ്ടെന്ന്. അതിനുശേഷം നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഇവിടെ കണ്ടോ ഗ്രൂപ്പ് 1 നമ്മൾ ഓൾറെഡി ഇപ്പോൾ ആഡ് ചെയ്തു, നമ്മുടെ പേയ്മെൻറ്റ് എല്ലാം സക്സസ്ഫുൾ ആണെന്ന് ഇവിടെ എഴുതിയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു എറർ പേജ് വരികയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അതവിടെ കിടന്നോട്ടെ. പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റും. ഓക്കെ അല്ലേടാ, പ്രശ്നമൊന്നുമില്ലല്ലോ. സിമ്പിൾ കാര്യമല്ലേ, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ. നമ്മുടെ കൂട്ടുകാരൊക്കെ കമ്പ്യൂട്ടർ സെൻറ്ററിലൊക്കെ പോയിട്ടാണ് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്ത് പേയ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നത്. അവർ എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്ന് 50, 100, 200 രൂപയൊക്കെ പലയിടത്തും മേടിക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിലോ എങ്ങനെയാണെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക, അതിനുശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് റെഫർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ എല്ലാ ഗ്രൂപ്പിലേക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവരും ചെയ്തോട്ടെ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കൂടി ചെയ്യാം. എന്താണെന്നറിയാമോ, നമ്മുടെ എക്സാം സെൻറ്റേഴ്സ് മാറ്റാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ പല കൂട്ടുകാരും സെൻറ്റർ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമേ വെച്ചത് എറണാകുളത്തായിരുന്നു എൻ്റെ എക്സാം സെൻറ്റർ. ഇപ്പോൾ ഞാൻ വീട്ടിലാണ്, എനിക്ക് ട്രിവാൻഡ്രത്തെ എക്സാം സെൻറ്റർ മാറ്റണം. അങ്ങനെയാണെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഓഫ്ലൈനായിട്ട് എന്തെങ്കിലും ചെയ്യണോ അതോ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? പ്രത്യേകം ഫീസ് വല്ലതും അടയ്ക്കണോ, ഇനി മെയിൽ അയക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ആ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇപ്പോഴത്തെ ആ ടൈം ടേബിൾ വന്നപ്പോൾ കൊല്ലത്തും അതുപോലുള്ള വേറെ കുറച്ച് സ്ഥലത്തൊക്കെ അഡീഷണൽ ആയിട്ട് എക്സാം സെൻറ്റേഴ്സ് വന്നതായിട്ട് കണ്ടു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള സെൻറ്റർ തന്നെ നമുക്ക് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വീഡിയോ കൂടി ചെയ്യാം. അപ്പോൾ ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, നമുക്ക് ആ വീഡിയോ കൂടി ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും മാക്സിമം എല്ലാ ഗ്രൂപ്പിലേക്കും എല്ലാ ഫ്രണ്ട്സിനും എത്തിച്ചു കൊടുക്കുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.